നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്പാരിറ്റീവ് മെത്തേഡാണ്. അപ്പോൾ കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ സ്ട്രിങ്ങിന്റെ കേസിൽ എങ്ങനെയാണ് ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഒക്കെ വരുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇവിടെ ആക്ച്വലി നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിന്റെ യൂണീക് കോഡ് വെച്ചിട്ടാണ് ഇത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതായത് ഗ്രേറ്റർ ദാൻ ആണെന്നാണെങ്കിൽ, ഈക്വൽ ആണെന്നാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈക്വൽ ആണെന്നാണെങ്കിൽ 0 എന്നൊരു വാല്യൂവും നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും വലുത്. അതായത് ഇപ്പോൾ എ ബി ആ ഓർഡർ നിങ്ങൾ ആലോചിക്കണം. ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ലെക്സിക്കോഗ്രാഫിക്കൽ ഓർഡർ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആലോചിക്കാനുള്ളത്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രിങ് എ ആണ്, രണ്ടാമത്തെ സ്ട്രിങ് ബി ആണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാ കൊടുക്കേണ്ടത്? എ എന്നുള്ള ലെറ്ററിനാണ്. കാരണം എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. അപ്പോൾ ബി എന്തുകൊണ്ടും ലെസ് ദാൻ ആയിരിക്കും. ഇനി തിരിച്ചാണെങ്കിലോ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള കോൺസെപ്റ്റ്. അതിന് യൂണീക് കോഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെസ് ദാൻ എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് വെച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. ഇത്ര ബേസിക് ആയിട്ട് അതിന്റെ തിയറി ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ലെസ് ദാൻ ആണോ ഈക്വൽ ആണോ ഗ്രേറ്റർ ആണോ രണ്ട് സ്ട്രിങ്സ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ റിസൾട്ടിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് ലെസ് ദാൻ ആണെന്നാണെങ്കിൽ ലെസ് ദാൻ 0, അത് നെഗറ്റീവ് വാല്യൂയിലേക്ക് പോകും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പോസിറ്റീവ് വരുന്നു, ഈക്വൽ ആണെങ്കിൽ 0. ഇതിൽ തന്നെ ഈ ഒരു വരുന്ന ഔട്ട്പുട്ടിനെ ഏത് കാറ്റഗറിയിലാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എനിക്ക് ആദ്യം രണ്ട് സ്ട്രിങ്ങുകൾ വേണം. അപ്പൊ ഫസ്റ്റ് സ്ട്രിങ് ഞാൻ സ്ട്രിങ് ഫസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആപ്പിൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് എന്നുള്ള പേരാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ ആദ്യം ആപ്പിൾ എന്ന് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഈക്വൽ ആയിട്ടുള്ളതിനെ ചെക്ക് ചെയ്യാം. അപ്പൊ ഈ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണ്. ഇനിയാണ് നമ്മുടെ കമ്പാരിറ്റീവ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്ട്രിങ്ങിന്റെ പേരെന്താണോ അത് ആദ്യം ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഡോട്ട് കമ്പാരിറ്റീവ് എന്നുള്ള മെത്തേഡ് എടുക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏതാ, കമ്പയർ ചെയ്യേണ്ട എന്തുമായിട്ടാ, സെക്കൻഡ് സ്ട്രിങ്ങുമായിട്ടാണ്. അപ്പൊ ഞാൻ സെക്കൻഡ് എന്നുള്ള വേരിയബിൾ ആണ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നത്. ഇനി ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, സിസ് ഔട്ടിനകത്ത് കൊടുക്കണം. ഇത് മസ്റ്റ് ആണ് കേട്ടോ. ഇത്ര എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. സിസ് ഔട്ടിൽ കൊടുക്കണം, നല്ല ഔട്ട്പുട്ട് കാണാൻ പറ്റുള്ളൂ. ബ്രാക്കറ്റ് ഇവിടെ സിസ് ഔട്ടിന്റെ ബ്രാക്കറ്റ് ആണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് സെമി കോളൻ. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസും ഈക്വൽ ആയിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ കമ്പാരിറ്റീവ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ആണെങ്കിൽ 0. നമ്മൾ പറഞ്ഞല്ലോ ഈക്വൽ ആണെങ്കിൽ എപ്പോഴും 0 ആണ് വരേണ്ടത്. രണ്ട് വാല്യൂം ഈക്വൽ ആണ്. ഇനി ഞാൻ നമ്മുടെ രണ്ടാമത്തെ വേരിയബിൾ, അതായത് സെക്കൻഡ് വേരിയബിളിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ഒരു ലെറ്റർ ആണ്. അതായത് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ഞാൻ ഒരു വേർഡ് ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പ്രസിഡൻസ് ആർക്കാണുള്ളത്? എ ആണ് അല്ലെ. എ ആണ് മേളിൽ നിൽക്കുന്നത്, ബി അതിന് തൊട്ട് താഴെയാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരെണ്ണേ താഴത്തുള്ളൂ, ഒരു വാല്യൂ താഴെ ഉള്ളൂ അല്ലെ മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് എനിക്കിവിടെ നെഗറ്റീവ് എന്ന് വന്നത്. ഇനി ഞാനിത് മാറ്റിയിട്ട് ഇനി സി വെച്ചിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കും. ഇപ്പൊ ക്യാരറ്റ് ഒന്ന് കൊടുത്തു, കണ്ടോ. അപ്പൊ ബി കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. അപ്പം രണ്ട് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ് -2 കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് താഴോട്ട്. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏത് ലെറ്റർ ആണോ, ഫസ്റ്റ് ലെറ്റർ എന്താണോ അത് വെച്ചിട്ടാണ്, അതിന്റെ താഴേക്കാണോ മേളിലേക്കാണോ പോകുന്നതെന്ന് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ഇത് തിരിച്ചാണെന്ന് വിചാരിക്കാം. ഇവിടെ മോളില് ഞാൻ പിയർ കൊടുക്കുകയാണ്, ക്യാരറ്റ് ആണ് താഴെ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. കേട്ടോ, ഇപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായി. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും മേളിൽ കിടക്കുന്നത് പി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സി എന്ന് പറയുന്നത് ഒരുപാട് താഴെയാണ് അല്ലെ. അപ്പൊ ഇത് 13 എണ്ണത്തിന്റെ ഡിഫറൻസും ഉണ്ട് ഇവർ തമ്മിൽ. നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം 13 എണ്ണത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇവിടെ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ആണ്, അതുകൊണ്ടാണ് 13 എന്ന് കാണിച്ചത്. ഓക്കെ, ഇനി തിരിച്ചായിരുന്നെങ്കിലോ -13 എന്ന് കാണിച്ചാലേ. ഇവിടെ മേളിൽ ഞാൻ ക്യാരറ്റ് ഒന്ന് കൊടുക്കാം, താഴെ പിയർ കൊടുക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ
നമ്മൾ കൊടുത്തിരിക്കുന്ന ആൽഫബറ്റിക്കൽ ഓർഡർ, അതായത് ലെക്സിക്കോഗ്രാഫിക്കൽ ഓർഡർ നോക്കിയിട്ടാണ് ആക്ച്വലി ഇതിന്റെ കമ്പാരിസൺ നടക്കുന്നത്. ഇതിന്റെ വാല്യൂ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇന്റിജർ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സിസ് ഔട്ടിന്റെ അകത്ത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇന്റിജറിലേക്ക് സേവ് ചെയ്തിട്ട് ആ ഇന്റിജർ വേരിയബിളിനെ പ്രിന്റ് ചെയ്യാം നിങ്ങൾക്ക്. കാര്യം ഇതിന്റെ റിട്ടേൺ ഇന്റിജറിലാണ്. അപ്പോൾ 0 അല്ലെങ്കിൽ ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂ, അത് നെഗറ്റീവ് വരുന്ന വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് വരുന്ന വാല്യൂ, ഈ 3 ഔട്ട്പുട്ട്സ് ആണ് ഇതിനുള്ളത് ബേസ്ഡ് ഓൺ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 സ്ട്രിങ്ങുകൾ. അപ്പൊ ആദ്യത്തെ 2 ക്യാരക്ടേഴ്സ് സിമിലർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ബി സി ഡി ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കുക. ഇവിടെ ഞാൻ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് സി ഡി ഇ എന്നാണ് കൊടുത്തതെന്ന് ഓർക്കുക. അതായത് എന്റെ സെക്കൻഡ് ലെറ്ററിലാണ് ചേഞ്ച് ഉള്ളത്, ആദ്യത്തെ ലെറ്ററിൽ ചേഞ്ച് ഇല്ല. അങ്ങനെ വരുമ്പോഴും ഫസ്റ്റ് ലെറ്റർ അത് ഈക്വൽ ആണ്, രണ്ടാമത്തെ ലെറ്റർ തൊട്ട് അത് കമ്പയർ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ലെറ്റർ ചെക്ക് ചെയ്തില്ല, കാര്യം സിമിലർ ആയതുകൊണ്ട് രണ്ടാമത്തെ പൊസിഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കമ്പാറ്റ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം.